പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ താമസിച്ചിരുന്നു. ഹായ്, ഒരു മുഴുത്ത മാനല്ലേ അത്. ഇവനെ പിടിച്ചാൽ കുറച്ചു ദിവസത്തേക്കുള്ള കാര്യം കുശാലാവും. സ്പീഡിൽ ഓടുന്ന മാനിനെ ഉണ്ടോ കുറുക്കനെ പിടിക്കാൻ കിട്ടുന്നു? മാൻ ഓടി കാട്ടിലേക്ക് മറിഞ്ഞു. മാനിന്റെ പൊടി പോലും കുറുക്കന് കിട്ടിയില്ല. അമ്മേ, എന്തൊരു ഓട്ടമാണ്! അടുത്ത ഒളിമ്പിക്സിൽ പോയി മത്സരിക്ക്, ഫസ്റ്റ് ഉറപ്പാ. അമ്മേ, തവളയെ കണ്ടതും കുറുക്കൻ സ്വയം പറഞ്ഞു, ഒന്നിൽ പിഴച്ചാൽ രണ്ടെന്നാണല്ലോ ചൊല്ല്. തവളയെങ്കിൽ തവള, വിശന്നിട്ട് വയ്യ. അവര് കുളത്തിലേക്ക് ചാടുന്നതിന് മുന്നേ തന്നെ ചാടിപ്പിടിക്കണം. ഇതുപോലെ ഒരു 10-20 എണ്ണത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ വിശപ്പിനൊരു ആശ്വാസമായേനെ. ഇത് മൂക്കിൽ വലിക്കാൻ പോലും ഇല്ലല്ലോ. പെട്ടെന്നാണ് തവളകൾ കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും തവളകൾ കുളത്തിലേക്ക് എടുത്തു ചാടി. പുറകെയായി കുറുക്കനും. കുറുക്കൻ കുളത്തിലേക്ക് വീണു. മാൻ അൽഫാമും പോയി, തവള ഫ്രൈയും പോയി. ഇനി പച്ചവെള്ളം തന്നെ ശരണം. അമ്മേ, കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പാവം എന്നോട് ഒരു സ്നേഹവുമില്ല. ആരും എന്റെ അടുത്ത് പോലും വരുന്നില്ല. നീ എന്തിനാ കുരങ്ങച്ചാ ചിരിച്ചത്? നിന്റെ അടുത്തേക്ക് ആരും വരാത്തത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ബ്രോ. പിന്നെ എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ വലുത്. നിന്നെ ഞാൻ. കുരങ്ങൻ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ഓടി മറഞ്ഞു. അങ്ങനെ കുറുക്കൻ വീണ്ടും നിരാശനായി നടക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ നിരാശയോടെ നടക്കുമ്പോഴാണ് ഒരു ഗുഹ കുറുക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഗുഹയിൽ കയറി അല്പനേരം മയങ്ങാം. അത്രയും നേരം വിശപ്പറിയില്ലല്ലോ. രാത്രിയാവുമ്പോൾ ഇതിൽ താമസിക്കുന്ന ഏതെങ്കിലും മൃഗം വരും. അപ്പോൾ അവനെ ശാപ്പിടുകയും ചെയ്യാം. വാട്ടൻ ഐഡിയ സർജി. അങ്ങനെ കുറുക്കൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നു. അധികം താമസിയാതെ തന്നെ രാത്രിയായി തുടങ്ങി. എടാ, നമുക്കിനി നാളെ കാണാം. എന്നാൽ ശരി, ഞാൻ നാളെ രാവിലെ തന്നെ എത്താം. നീ റെഡിയായി നിൽക്കണേ. ഇതും പറഞ്ഞ് മുയൽ നടന്നു നീങ്ങി. പെട്ടെന്നാണ് മുയലിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. കരടി ബ്രോ, നിൽക്ക് നിൽക്ക്, അകത്തേക്ക് കയറാൻ വരട്ടെ. എന്താടാ, നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ? ശബ്ദമുണ്ടാക്കാതെ. നീ ഇത് കണ്ടോ? നിന്റെ ഗുഹയിലേക്ക് ആരോ പോയിട്ടുണ്ട്. തിരിച്ചു പോയ കാൽപ്പാടുകൾ ഇല്ലതാനും. അതിനർത്ഥം ഗുഹയ്ക്കുള്ളിൽ ആരോ ഉണ്ടെന്നല്ലേ? ശരിയാണല്ലോ. നിന്റെ ഗുഹയ്ക്കുള്ളിൽ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇപ്പോൾ തന്നെ അകത്തേക്ക് പോയാൽ അത് അപകടമാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അതിനെങ്ങനെ പുറത്താക്കും? കിട്ടിപ്പോയി ഐഡിയ. നീ പേടിക്കണ്ട, നമുക്കൊരു വഴി ഉണ്ടാക്കാം. കൗശലക്കാരനായ മുയൽ ഉടൻ തന്നെ ഒരു സൂത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് മുന്നിലേക്ക് നടന്നു ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗുഹയെ, നിനക്ക് സുഖമല്ലേ? ഈ മുയലിനെന്താ വട്ടായോ? ഇവൻ എന്താ ജീവനില്ലാത്ത ഗുഹയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ ഗുഹേ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? നിനക്ക് എന്ത് പറ്റി? ഇന്ന് രാവിലെ പോകുമ്പോഴും നീ എന്നോട് നല്ലോണം സംസാരിച്ചതാണല്ലോ. പിന്നെ ഇതെന്ത് പറ്റി? ഇവൻ വീണ്ടും ഗുഹയോട് സംസാരിക്കുകയാണല്ലോ. ഇനി ഇത് സംസാരിക്കുന്ന ഗുഹയാണോ? ഇനി ഞാൻ ഉണ്ടായിട്ടാണോ ഗുഹ സംസാരിക്കാത്തത്? ഗുഹയ്ക്ക് പകരം ഇനി ഞാൻ സംസാരിച്ചു നോക്കിയാലോ? പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറി വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്താ കരടിക്കുട്ട, ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇതാ കള്ള കുറുക്കനാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്റെ വീട്ടിൽ കൂടിക്കോ. നമുക്ക് ആനക്കുട്ടനോട് കാര്യം പറയാം. ബാക്കി അവൻ
അവർ രണ്ടുപേരും അവിടെ നിന്നും വേഗം തന്നെ ആനക്കുട്ടന്റെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുയലിന്റെ ശബ്ദമൊന്നും പിന്നെ കേട്ടില്ലല്ലോ. ഒന്ന് പുറത്തു പോയി നോക്കാം. ആനക്കുട്ടൻ എന്നെ അനുഗ്രഹിക്കണം. നിന്നെ ഞാൻ അനുഗ്രഹിക്കാമടാ. എന്താ, എന്തു പറ്റി? എനിക്ക് പൊക്കോൺ തിന്നാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു. സാരമില്ല, അത് പല്ലുവേദനയായിരിക്കും. നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം. ദന്ത ഡോക്ടറോ? അതെന്ത് ഡോക്ടറാണ്? പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിച്ച ഡോക്ടറാണോ? എന്നാൽ ഞാനില്ല. ആ ഡോക്ടർ അന്ന് എന്റെ 2 പല്ലാണ് എടുത്തുകൊണ്ട് പോയത്. അന്ന് നിന്റെ മുന്നിലുള്ള 2 പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു. ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. നല്ല കരച്ചിലും. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത്, നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സ്കൂളിലും പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. എന്തു പറ്റി? വീണ്ടും പല്ലുവേദന വന്നോ? അതെ ഡോക്ടർ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈ പല്ലുവേദന വരാതിരിക്കാൻ എന്താ ചെയ്യുക? പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി. ദിവസത്തിൽ നമ്മൾ 2 തവണ പല്ല് തേക്കണം. 2 തവണയോ? അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഡോക്ടർ 2 തവണയൊക്കെ പല്ല് തേക്കുന്നത്? ടോമി ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും? അത് പിന്നെ വിശന്നാൽ നമ്മളല്ലാതെ ആവില്ലേ ഡോക്ടർ? അതുകൊണ്ട് വിശക്കുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും. ആ അണുക്കളെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് ഡോക്ടർ? അണുക്കൾ വളരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും. അയ്യോ, അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കില്ലേ? ടോമി പേടിക്കണ്ട. ഇതുകൊണ്ടാണ് ദിവസവും 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. എന്നാൽ വാ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന്. ഏത് ഭാഗത്താണ് വേദന? ദാ ഇവിടെ താഴെ ഇടതുഭാഗത്ത്. ഒരു പല്ല് കേടാണല്ലോ, കറുത്ത പാട് വന്നിട്ടുണ്ട്. കറുത്ത പാടോ? അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി. അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, മിഠായി പോലുള്ളവ. ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് പല്ല് പറിക്കേണ്ടി വരും. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മുതൽ മധുരമുള്ള ഭക്ഷണം അധികം കഴിക്കില്ല. ദിവസവും 2 തവണ പല്ലും തേക്കും. ഗുഡ് ബോയ്. ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഡോക്ടർ.
റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി ഒരു ചെറിയ പ്രസംഗം എഴുതി തരാമോ? അതിനെന്താ, വാ. ഇതുപോലെ മിടുക്കിയായിട്ട് വേണം നാളെ പ്രസംഗിക്കാൻ, കേട്ടല്ലോ? താങ്ക് യു അച്ഛാ. എന്താണ് അച്ഛനും മോളും തമ്മിൽ ഒരു കളി തമാശ? നാളെ റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി അച്ഛൻ ഒരു ചെറിയ പ്രസംഗം എഴുതി പഠിപ്പിച്ചു തന്നു. എവിടെ, കേൾക്കട്ടെ? അമ്മൂമ്മയ്ക്ക് കൂടി കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം പോയി കിടന്നുറങ്ങിട്ടോ. നേരം ഒരുപാടായി. അച്ഛന് നാളെ നേരത്തെ പോകാനുള്ളതല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. മുത്തശ്ശി, നാളെ റിപ്പബ്ലിക് ഡേ അല്ലേ? അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, പണ്ട് ഒരു കാട്ടിൽ ഒരു ആമ ജീവിച്ചിരുന്നു. കാട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു ആ ആമ. ഇന്നെങ്കിലും ഈ കാട് വൃത്തിയാക്കി കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചു പോയി. ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ കാട് നന്നാവുമെന്ന് തോന്നുന്നില്ല. ആമച്ചാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി റിപ്പബ്ലിക് ഡേ. നീ ഇപ്പോൾ എന്താ ചെയ്തത്? എന്തേ? അയ്യോ, ചേട്ടന് ജ്യൂസ് വേണമായിരുന്നു. ഓ അതല്ല, നീ ഈ ജ്യൂസ് ഗ്ലാസ് എന്താ ചെയ്തതെന്ന്. ഓ അത് പിന്നെ ഒരു ഫ്ലോയിൽ പറ്റിപ്പോയി. സോറി, ഇപ്പൊ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിലിടാം. ഗുഡ് ബോയ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഓക്കെ? പെട്ടെന്ന് എന്തോ കനമുള്ളത് ആമച്ചാരുടെ അടുത്ത് വന്ന് വീണു. ആമച്ചാരാകട്ടെ പേടിച്ച് തന്റെ തോടിനുള്ളിലേക്ക് കയറി ഒളിച്ചു. എന്താണ് വീണതെന്നറിയാൻ ആമ തോടിനുള്ളിൽ നിന്നും എത്തി നോക്കുമ്പോഴതാ ഒരു കുരങ്ങൻ മരത്തിലൂടെ ചാടി മറിയുന്നതിനിടെ ബാലൻസ് പോയിട്ട് വീണതാണ്. ആ കുരങ്ങച്ചാൻ എണീച്ചിരുന്ന് ദേഹത്തെ മണ്ണും പൊടിയും തുടച്ചു കളയുകയായിരുന്നു. ആമച്ചാർക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ കുരങ്ങനോട് പാവം തോന്നി. എന്തെങ്കിലും പരിക്ക് പറ്റിയോ? ഇല്ലല്ല, കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇടക്ക് വള്ളിയിൽ തൂങ്ങിപ്പോകുമ്പോ സ്ലിപ്പായി വീഴാറുള്ളതാ. ശീലമായി പോയി. എനിക്കൊരു കളിക്കൂട്ടില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാനും കൂട്ടുകാരില്ലാത്തതിന്റെ മടുപ്പ് മാറ്റാനാ ഞാനിങ്ങനെ വള്ളികളിൽ പിടിച്ച് ഊഞ്ഞാലാടുന്നതും ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്നതും. എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ല. നിന്നെ പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പുറത്ത് തോടുമില്ലല്ലോ. ഇന്നല്ലേ കാട്ടിലെ റിപ്പബ്ലിക്. രാജാവിന്റെ വക പതാക ഉയർത്തലും പായസ വിതരണവും ഒക്കെ ഉണ്ടാവല്ലോ. ഓ, അത് ഞാനങ്ങ് മറന്നു. വാ, നമുക്ക് ഒരുമിച്ച് പോകാം. മൃഗങ്ങളും പക്ഷികളും കൃത്യസമയത്ത് തന്നെ ഗുഹയ്ക്ക് മുന്നിലെത്തി. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ 75ാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. 1950 ജനുവരി 26-നാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണ ക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത്. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ഈ ദിനത്തിലാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കാം. ഇത്തവണ ഞാനല്ല പതാക ഉയർത്തുക. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതിനായി ഈ കാട്ടിൽ എന്നേക്കാൾ അർഹനായ ഒരാളുണ്ട്. ഈ കാട് വൃത്തിയായി സൂക്ഷിക്കാൻ മുൻകൈ എടുക്കുന്ന ആമച്ചാരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് കേട്ട ആമച്ചാർ നിറ കണ്ണുകളോടെ കൈകൂപ്പി നിന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആമച്ചാർ പതാക ഉയർത്തിയപ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്തു നിന്നു. നിങ്ങളോടായി 2 വാക്ക് പറയുന്നതിനായി ആമച്ചാരെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വശങ്ങളിൽ നിന്നും ശുചിത്വം വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ വീട്ടിലോ ജോലിസ്ഥലത്തോ പരിസര പ്രദേശങ്ങളിലോ അഴുക്ക്, പൊടി, കറ, ദുർഗന്ധം എന്നിവയുടെ പൂർണ്ണമായ അഭാവമാണ് ശുചിത്വത്തിനുള്ള മാർഗം. ജീവിതത്തിലുടനീളം നാം അതിനെ പരിപാലിക്കണം.
ആരോഗ്യം, സൗന്ദര്യം, ദുർഗന്ധം അകറ്റുക, അഴുക്ക്, മാലിന്യങ്ങൾ പടരുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ശുചിത്വം നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ പല്ലുകൾ, വസ്ത്രങ്ങൾ, ശരീരം, മുടി എന്നിവ ദിവസവും വൃത്തിയാക്കുന്നത് പുതുമ ലഭിക്കുന്നതിനും വൃത്തി കൈവരിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇന്നു മുതൽ, കുട്ടിക്കാലം മുതലേ എല്ലാ വീടുകളിലും ഇന്നു മുതൽ ശുചിത്വത്തിന് മുൻഗണന നൽകണം. അതിലൂടെ ഒരു ചെറിയ ഒരാൾക്ക് അത് ശീലമായി പരിപാലിക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രയോജനം നേടാനും കഴിയും. ശുചിത്വം ഒരു നല്ല ശീലം പോലെയാണ്. അത് ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുക മാത്രമല്ല, അത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും അങ്ങനെ മുഴുവൻ ഗ്രഹത്തിനും ഗുണം ചെയ്യും. ഏത് പ്രായത്തിലും ഇത് വികസിപ്പിച്ചെടുക്കാം. എന്നിരുന്നാലും കുട്ടിക്കാലം മുതൽ ഇത് പരിശീലിക്കുന്നതാണ് നല്ലത്. ഈ ശീലം പരിശീലിപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നു. കാരണം ഈ രാജ്യത്തിന് ഒരു നല്ല പൗരനെ നൽകാൻ നിങ്ങൾക്ക് കഴിയും. ഹാപ്പി റിപ്പബ്ലിക് ഡേ. വൃത്തിയുള്ള അന്തരീക്ഷം ഒരു പൗരന്റെ കടമ മാത്രമല്ല, ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്. ഹായ്, അരെ വാ, എന്തുകൊണ്ടാ ഇത്രയും കാലം ഈ സ്ഥലം ഞാൻ കണ്ടില്ല? അടിപൊളി, എന്ത് ടേസ്റ്റ് ആണ് ഇതിനൊക്കെ. ടോമി, ടോമി, ഡാ ബെല്ലടിച്ചു. എല്ലാവരും പോയി. നീ ഇവിടെ കിടക്കാണോ? ഈ സമൂസ ഞാൻ ആർക്കും തരില്ല. ഇതെല്ലാം എനിക്കുള്ളതാ. സമൂസ എവിടെ? വൗ, ഇത്രയും വലിയ സമൂസ. നിനക്കെന്താ വട്ടായോ? നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? മുന്തിരിക്കുട്ട, നീ ആയിരുന്നോ? ഞാൻ കരുതി വലിയ സമൂസ ആണെന്ന്. സോറി. അടിപൊളി. എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? പറ. അതില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിച്ചോളാം അണ്ണ. അതൊക്കെ പോട്ടെ, നീ വേഗം വാ. നമുക്ക് ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുന്നേ ചൂട് സമൂസ പോയി തട്ടാം. അതിന് നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഓ പിന്നെ, അല്ലെങ്കിൽ കാശുണ്ടായിട്ടല്ലേ നമ്മള് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറ്. നീ വന്നേ. എന്നാലും ആ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ ഇനി കണ്ടാൽ വിടില്ലട്ടോ. അങ്കിൾ, സമൂസ ഉണ്ടോ? ആദ്യം ഇതുവരെ കഴിച്ചതിന്റെ കാശിങ്ങെടുക്ക്, എന്നിട്ട് മതി അടുത്ത കഴിപ്പ്. ഞാൻ പറഞ്ഞില്ലേ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ കണ്ടാ വിടില്ലെന്ന്. പതുക്കെ, മിണ്ടാതിരിക്കി. എന്താണ് രണ്ടാളും ഒരു കുശുകുശുപ്പ്? അവൻ പറയാ ചേട്ടന് എന്ത് തങ്കപ്പെട്ട മനസ്സാണെന്ന്. അല്ലേടാ? അതെ, അതെ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഇതുവരെയുള്ള കഴിച്ചതിന്റെ കാശ് തരാതെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഞാൻ തരില്ല. പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. ഇതങ്ങനെ വിറ്റാ പറ്റില്ല. എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. ഐഡിയ. അപ്പോ ഇതാണല്ലേ ഐഡിയ. അടിപൊളി. എന്റെ അമ്മേ, പാമ്പ്! ഇനിയാണ് കളി. നീ ഇത് പിടിച്ച് ഞാനൊരു വിസിലടിക്കും. അപ്പോൾ റിവേഴ്സ് ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, ഡൺ. പോയോ? എവിടെ പോയി? ഞാനിവിടെ ഉണ്ടടോ. അങ്കിൾ, എനിക്കൊരു സമൂസ തരോ? നീ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? ആ പാമ്പ് പോകാതെ ഞാൻ എങ്ങനാ നിനക്ക് സമൂസ എടുത്തു തരുക? നിനക്ക് പാമ്പിനെ പേടിയൊന്നുമില്ലേ? ഏയ്, അതിനെ ഞാൻ ഓടിച്ചു തരാം. പക്ഷേ എനിക്കെന്ത് തരും? നിനക്ക് ഇവിടെയുള്ള മുഴുവൻ സമൂസയും തരാം. ഒറ്റ കാശ് തരണ്ട. ഉറപ്പാണോ? ഉറപ്പ്. അമ്മയാണേ സത്യം. വേഗം നോക്ക്. ടോമി, നീ ഒരു വീരൻ തന്നെ. ഇതൊക്കെ എന്ത്? ക്യാൻറ്റീൻ അങ്കിൾ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സമൂസ, സമൂസ.
ഇന്നുണ്ടാക്കിയ സമൂസ മുഴുവൻ കഴിഞ്ഞു കേട്ടോ. ഇനി ചോദിക്കരുത്. താങ്ക് യു അങ്കിൾ. എടാ, ഇങ്ങനെ കഴിച്ചാ വയറ് പൊട്ടിപ്പോവും. സത്യം ഇങ്ങനെ കഴിക്കരുത് ട്ടോ. അമ്മേ, എനിക്ക് വയറുവേദനിക്കുന്നേ. അമ്മേ. ഗ്യാസ് കയറിയതാ. ഇനി കുറച്ചു കാലത്തേക്ക് ഇവന് കഞ്ഞി മാത്രം കൊടുത്താൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ.